ആ എന്തൊക്കെയുണ്ട് ഞാനെടുത്തി എല്ലാം പാവിയല്ലേ പിഞ്ഞി തേടുന്നവനെ ഇങ്ങന്ന് വരുന്നു. ഞാൻ എന്റെ ഒരു കമ്പനിക്കാരനെ കാണാൻ പോയതാ. ആയി ശരി, ഞാൻ കാണുമെല്ലാം ചോദിക്കണമെന്ന് വിചാരിക്കും. മല പണ്ട് കുമാരമാശ അടിച്ച കേസുമെല്ലാം എന്തായിക്കുവാനെ? അതെല്ലാം നേരം തന്നെ അങ്ങ് തീർന്നു വയ്ക്കില്ലേ? എല്ലാ നിങ്ങളും നമ്മളെ പൊൻത്തിലെ മൂസയ്ക്ക് തമ്മിൽ എന്തോ ഒരു കേസുണ്ട്, എന്തെല്ലോ പ്രശ്നമുണ്ട് എന്നെല്ലാം പറഞ്ഞ സംഭവം. അതൊന്നുമില്ലടാ, അത് നമ്മളെ പൊത്തിലെ മുസക്കന്റെ ഒരു 3.5 സെന്റ് സ്ഥലം ഞാൻ അറിയാണ്ട് ഇങ്ങ് കൂട്ടിയെടുത്തു പോയി. അത് അന്നേരം തന്നെ പിടിച്ച ഒരു കേസ് കൊടുത്ത് ഞാളെല്ലാരും കോടതിയിലായി. അങ്ങനെ മൂസക്ക നല്ലൊരു വക്കീലിനെ അങ്ങോട്ടേക്ക് ഞാൻ നമ്മളെ കറുത്ത കണ്ണനെയാ കൂട്ടിയെ. അതിന് കറുത്ത കണ്ണം വക്കീലാറ്റ? വക്കീലൊന്നും വേണ്ടോടെ നല്ലോണം വർത്താനം പറയുന്ന ആരെങ്കുമ്മായി. അങ്ങനെ എന്നെ ഒരു കൂട്ടിൽ നിപ്പിച്ച്, അതുപോലെ തന്നെ പൊൻത്തില് മൂസാക്കിനെ ഒരു കൂട്ടിൽ നിപ്പിച്ച്, അങ്ങനെ എന്ത് പണിയെടുത്ത് പൊൻത്തില് മൂസാക്കന്റെ വക്കീൽ എന്നോട് ചോദിക്കുന്ന, കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാൻ പാടുള്ളൂ. എന്താ ഇനി അങ്ങനെ പറഞ്ഞ ഞാള് കള്ളത്തരം പറയലുണ്ട്? ഞാളെല്ലാം സത്യം തന്നെ അവനെ പറയലുള്ളൂ. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് ജാനു. താങ്കൾ നിരപരാധിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാനെല്ലടോ നിരപരാധി. ആ കൂട്ടിലിരിക്കുന്ന പൊൻത്തിലെ മൂസെ നിങ്ങൾ എല്ലാരും കൂടിയിട്ട് എന്നെ അങ്ങനെ നിരപരാധിയാക്കോ നോക്കണ്ട. അങ്ങനെ തന്നെ ജാനു. പറഞ്ഞു കൊടുക്കിഞ്ഞി. ഓർഡർ ഓർഡർ ഓർഡർ. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും കുറ്റിക്കപ്പെടരുതെന്നാണ് ഈ കോടതി അനുശാസിക്കുന്നത്. ഇനി ബ്ലാക്ക് കണ്ണന് എന്താണ് പറയാനുള്ളത്? അത് ജഡ്ജി പിന്നെ നിരപരാധിന്റെ അർത്ഥം എന്തെന്നാന്ന് അറിയാത്തത് കൊണ്ടാണ് ജാനുവിനോട് അങ്ങനെ പറഞ്ഞു പോയത്. ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഓഹോ അങ്ങനെയോ? എങ്കിൽ അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ജാനുവിന് എന്താണ് കോടതിയോട് പറയാനുള്ളത്? എനക്കൊന്നും പറയാനില്ലടാ, സുഖയില്ല എനിക്ക്. അതന്നെ, എനിക്ക് കണ്ണിന് തീരെ കാഴ്ചയില്ല. തീരെ കാണുന്നില്ലടോ കാഴ്ച. അതുകൊണ്ട് അന്നേരം ഞാൻ ഓന്റെ സ്ഥലം ഞാൻ കൂട്ടിയെടുക്കുന്നു. അത് തീരെ കാഴ്ചയില്ല. നീ ജഡ്ജിന്റെ കയ്യിൽ ഒരു മുട്ടി പോലത്തെ ഒരു സാധനം കാണുന്നുണ്ടെങ്കിൽ? അതെ കാണുന്നുണ്ട്. എന്നാ ഞാനത് തീരെ കാണുന്നില്ല. കയ്യിലുണ്ടോന്ന് തന്നെ ഞാൻ അറിയുന്നില്ല, തീരെ കാണുന്നില്ല. എങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ സ്ഥലത്തിന്റെ ആധാരം കൊണ്ടുവന്നിട്ടുണ്ടോ? ആധാരവും കൊണ്ടുവന്നിക്കില്ല കുരിപ്പ, ഒരു കൂതാരവും കൊണ്ടുവന്നിക്കില്ല. ഓർഡർ ഓർഡർ ഓർഡർ. പരിശുദ്ധമായ ആധാരത്തെ കുതാരം എന്ന് പറഞ്ഞ് അവഹേളിച്ച ജാനു കോടതി അലക്ഷ്യത്തിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ജഡ്ജി ക്ഷമിക്കണം. ഉൾനാട്ടിൽ നിന്ന് വരുന്ന ജാനു ആധാരത്തെ ആധാരമെന്നും കൂതാരം എന്നുദ്ദേശിച്ചത് ആധാരിടുന്ന പാക്കറ്റിനെ കൊണ്ടാണ്. ദയവ് ചെയ്തിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആധാരവും അതിന്റെ പാക്കറ്റും കൊണ്ടുവന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓഹോ അങ്ങനെയോ? അതന്നെ. ഓ എന്റെ കണ്ണ ഭാവി ഒന്നും പറയണ്ടേ. കോടതി എന്നൊരു കരണ അങ്ങ് പറഞ്ഞു. അങ്ങനെ വാദിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു മയക്കാറ് വന്ന് കോടതി പിറ്റേന്നത്തേക്ക് മാറ്റിവെച്ചു. എന്തിനാ ഞാനോട് മയക്കാറ് വന്നേന് കോടതി പിറ്റേന്നത്തേക്ക് മാറ്റിയേക്കുന്നു? മയക്കാറ് വന്ന് നോക്കുമ്പോ നമ്മളെ കറുത്ത കണ്ണനെ കാണുന്നില്ലടോ, ഒറ്റയാ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് പിറ്റേന്നത്തേക്ക് മാറ്റിവെച്ചതാ. ശരിയാ. എന്നിട്ട് അങ്ങനെ ഞാൻ കറുത്ത അണ്ണനെ സുകാര്യം പൊളിച്ചു ചോദിച്ചു, നമ്മള് ജഡ്ജിക്ക് എന്തെങ്കിലും കൈക്കൂലറ്റം കൊടുത്താല് കേസുകള് നമ്മള് ജയിക്കുക കണ്ണാന്ന് വെച്ചു. അപ്പാട് കണ്ണൻ പറഞ്ഞ, ഒരു കാരണവശാലും നിങ്ങള് പിന്നെ കൈക്കൂലി കൊടുക്കറ്. കൈക്കൂലി കൊടുത്താല് ജയിക്കുന്ന കേസാണെങ്കിലും ഓറ് തോപ്പിച്ചാളി എന്ന് പറഞ്ഞു. അത് ശരി, അങ്ങനത്തെ ആളാ അയാള്? ജയിക്കുന്ന കേസാങ്കിലും ഒരു തോപ്പിച്ചാടില്ലേ കൈക്കൂലി കൊടുത്താല്? ആമനെ ഓറ് സത്യക്രിസ്ത്യാനിയാ പോലും. ഒന്നും പറയണ്ട. അപ്പാട് ഞാൻ പറഞ്ഞ് കൈക്കൂലി എന്തായാലും ഞാൻ കൊടുക്കും, എനിക്ക് ജയിക്കണം കേസ് എന്ന് പറഞ്ഞു. അപ്പാട് കണ്ണൻ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്തോ, നാളെ ഞാൻ വരുമല്ലേ, നിങ്ങൾ ഒറ്റക്ക് വാദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഇനി വരുന്നില്ല, വരണ്ട, ഞാൻ ഒറ്റക്ക് വാദിക്കും. അങ്ങനെ പിറ്റേന്ന് ഞാൻ ഒറ്റക്ക് വാദിച്ച് മക്കളെ, ഒറ്റക്ക് ജയിച്ചു. അത് ശരി, നിങ്ങൾ ജയിച്ചാ? ആ ഭാവി ഞാൻ ജയിച്ചടോ. അങ്ങനെ കറുത്ത അണ്ണനെ ഓടിക്കൊണ്ട് എന്റെ ആടെ വന്നിട്ട് ചോദിച്ചല്ല ജാനു, ഇനി കേസ് ജയിച്ചിക്കെന്ന് പറയുന്നിട്ടല്ലോ, ഇനി വല്ലാത്തൊരു കുഞ്ഞുമോളൻ ഇഞ്ഞങ്ങനെ ജയിച്ച് ഇനി കൈക്കൂലി കൊടുത്തുക്കോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കൈക്കൂലി കൊടുത്തു. അപ്പോൾ കണ്ണൻ പറഞ്ഞു, കൈക്കൂലി കൊടുത്താൽ ഒരു കാരണവശാലും ഒരു ജയിപ്പിക്കും എല്ലാരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാ കണ്ണ, ഒരു കാരണവശാലും ജയിപ്പിക്കുമല്ല. ഞാൻ കൈക്കൂലി കേളപ്പാട്ടിന്റെ അടുത്ത് കൊടുത്തുവിട്ട് ഇത് പൊൻത്തിലെ മൂസൊക്കെ തന്നതാന്നും പറഞ്ഞിട്ടാ കൊടുത്തുവിട്ട്.